എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാലയമാണ് ഇമ്മാനുവൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാലയം. ഈ സെൻറ്ററിൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള വലിയ ഭാഗ്യമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് കേരളത്തിനും പുറത്തുമുള്ള സ്കൂളുകളിലും ഇടവകകളിലും കുട്ടികളുടെ ധ്യാനം നടത്തുന്ന ഒരു ആത്മീയ സംഘമാണ് ഇമ്മാനുവൽ ക്രിസ്ത്യൻ മിനിസ്ട്രി ടീമിലുള്ള എല്ലാവരും. സ്വന്തമായിട്ടൊരു പ്രാർത്ഥനാലയം ഉണ്ടാകണമെന്നുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലം ദൈവം സഫലമാക്കിയതാണ് ഈ അടിവാരത്തുള്ള മനോഹരമായ ഈ മണപ്പാട്ടുചിറയുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ പ്രാർത്ഥനാലയം. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഏകദിന പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്. മാസത്തിൽ ഒരിക്കൽ അവസാനത്തെ ഞായറാഴ്ച ആരംഭിക്കുന്ന വിധത്തിൽ ഒരു ധ്യാന ശുശ്രൂഷയുണ്ട്. അതിനെല്ലാം ധാരാളം പേര് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് സംബന്ധിക്കുന്നു. അവർക്കെല്ലാം വലിയ ആത്മീയ ഉണർവ് ലഭിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ പ്രാർത്ഥനാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വെള്ളിയാഴ്ചകളിലുള്ള ഈ ആത്മീയ ശുശ്രൂഷയിൽ ഇവിടെ ധാരാളം ദൈവ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ മാസത്തിൻ്റെ അവസാന ആഴ്ചയിലുള്ള ഉപവാസ ധ്യാനത്തിലേക്കും നിങ്ങളെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1998 കുട്ടികൾക്ക് വേണ്ടി ഒരു മിനിസ്ട്രി ആരംഭിക്കാൻ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്. 2012 ഞാനൊരു ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ട വെച്ച് കർത്താവിനോട് സംസാരിച്ചു, മലയാറ്റൂർ ഒരു ധ്യാനകേന്ദ്രം തുടങ്ങണമെന്ന്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, 100-150ഓളം ധ്യാനകേന്ദ്രങ്ങൾ കേരളത്തിലുള്ളപ്പോൾ കർത്താവെ, യാതൊരു വരുമാനമില്ലാത്ത അൽമായർക്ക് എങ്ങനെയാണ് ഒരു ധ്യാനകേന്ദ്രം പണിയാൻ പറ്റുക? എനിക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല. പിന്നെ എൻ്റെ കൂട്ടായ്മയിൽ, എൻ്റെ മിനിസ്ട്രിയിൽ ഞാനത് പറഞ്ഞു. ആർക്കും വിശ്വസിക്കാനായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ജോലിയിൽ 3 വർഷത്തെ ലീവ് കിട്ടുന്നത്. ആ ലീവ് എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വാഗ്ദാനം കർത്താവ് നിറവേറ്റി. മലയാറ്റൂർ മിണ്ടാമടത്തിനോട് ചേർന്ന്, ആ മലയാറ്റൂർ അടിവാരത്തിനോട് ചേർന്ന്, തടാകവും മനോഹരമായ ഭൂപ്രതിയോട് ചേർന്ന് കർത്താവ് ഒരു 24 സെൻറ്റ് സ്ഥലവും തരികയായിരുന്നു. അങ്ങനെ അത്ഭുതകരമായ വിധം 2015 ഈ ഇമ്മാനുവൽ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ് ഞങ്ങൾ അനുവദിച്ചു. അതിൻ്റെ ഓരോ പ്രവൃത്തിയും അത്ഭുതകരമായിരുന്നു. കാരണം 1 രൂപ കയ്യിലില്ല. 6 മാസം ഞങ്ങൾ 240 രൂപ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ മൊത്തം എസ്റ്റിമേറ്റ് പറഞ്ഞത് 2,40,00,000 രൂപയാണ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യ ഗവൺമെൻറ് പൈസ ബാൻ ചെയ്ത സമയമായിരുന്നു. പിന്നീട് അത്ഭുതകരമായ വിധം 2016 ഇത് കല്ലിട്ടു. 2018 ആയപ്പോഴേക്കും മെല്ലെ മെല്ലെ ധ്യാനങ്ങൾ ആരംഭിച്ചു. മിണ്ടാമടത്തിൽ പോലും ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ഞങ്ങൾ അനുവദിച്ചു. 2019-20 അഭിമന്യ കരിയിൽ പിതാവ് ഇത് വെഞ്ചിരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ നിൽക്കുന്ന അൽമായ ധ്യാനകേന്ദ്രമായി കർത്താവ് ഇതിനെ ഉയർത്തി. ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്യുന്നത് ഞങ്ങൾ കാണുകയാണ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന വചനം ഇന്നും ഞങ്ങളെ ബലപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വലിയ അഭിഷേകം വരും കാലങ്ങളിൽ ഈ ആലയത്തിലൂടെ വലിയൊരു ആത്മീയ മുന്നേറ്റം കർത്താവ് നടത്താൻ പോകുന്നതിൻ്റെ അടയാളമായി കർത്താവ് നൽകിയ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ധ്യാനം കൂടാൻ വന്ന ഒട്ടും താല്പര്യമില്ലാത്ത വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ഒരു ധ്യാനത്തിൽ തന്നെ ഒരു ദൈവാനുഭവം ഉണ്ടായി. എനിക്ക് നല്ലൊരു കൗൺസിലിംഗ് കിട്ടി. നല്ലപോലെ കുമ്പസാരിക്കാൻ പറ്റി. കുമ്പസാരിക്കുമെങ്കിലും നമുക്ക് ഇത്ര ഡീപ്പായിട്ട് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു.
കുറേ കാര്യങ്ങൾ ആദ്യ ധ്യാനത്തിൽ കൂടി തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം ഈശോയായിട്ട് കൂടുതൽ അടുക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി 2 വർഷത്തേക്ക് ഇവിടെ നിന്നു. ഈ 2 വർഷം നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി ഞാൻ കാണാത്തയും കേൾക്കാത്ത ആൾക്കാർ പോലും ഇവിടെ ധ്യാനം കൂടാൻ വന്നു. അവർ ഓരോരുത്തരെ പറഞ്ഞു വിടാൻ തുടങ്ങി. പല മാറ്റങ്ങളും എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് സംഭവിച്ചു തുടങ്ങി. എൻ്റെ ദേശത്തായാൽ പോലും കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവിടുന്ന് ഞാനിവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട്, ഇങ്ങനെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ്, എൻ്റെ ഭാവി ഞാൻ കളയുന്നതെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് പോലും മാറ്റങ്ങളുണ്ടായി. അവർ വരെ ഈ ആലയത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യാനും കൂടാനും തുടങ്ങി. ഞാൻ ഈ ആലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആലയം തുടങ്ങിയ കാലം തുടങ്ങി, ഈ ആലയത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ഞാനിവിടെ വരുന്നതാണ്. ഏകദേശം ഒരു 2017 കാലഘട്ടത്തിലാണ് ഞാനിവിടെ വരുമ്പോൾ. ഞങ്ങൾ ശരിക്കും ഒരു പൊട്ടക്കിണറിൽ കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിടിച്ചു കയറാൻ ഒരു വള്ളി പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ കർത്താവ് ഇവിടെ വന്ന് ഞങ്ങൾ വചനം കേട്ട് ആ വചനം വായിച്ച് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആലയത്തോട് ചേർന്ന് ഇപ്പോൾ ആലയത്തിന് നല്ല ശുശ്രൂഷയിലായിട്ട് നിൽക്കുന്നു. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. നമ്മൾ ആരോട് പറഞ്ഞാലും അത് വിശ്വസിക്കില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ ഇവിടെ വന്ന് കർത്താവിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇന്ന് ഞങ്ങൾ കുടുംബത്തിൽ നല്ല സന്തോഷവും സമാധാനവും. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള പല രൂപതയിലുള്ള ശുശ്രൂഷകരാണ് ഇവിടെ വരുന്നത്. ലാറ്റിൻ, മലങ്കര, സീറോ മലബാർ, പാലാ രൂപത, എറണാകുളം രൂപതയിൽ മാത്രമല്ല മറ്റു രൂപതയിലുള്ള അനേകം ശുശ്രൂഷകർ ഈ ആലയത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരോട് ചേർന്ന് എല്ലാ ശുശ്രൂഷകരും ഒരുമിച്ച് ഒരേ ആത്മാവിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ഇത് വെച്ചാൽ ഞങ്ങൾ ഈ ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ട് 3 മാസം കൂടുമ്പോൾ ഈ ആലയത്തിലെ ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രം ധ്യാനങ്ങൾ ക്രമീകരിക്കും. 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ധ്യാനങ്ങൾ, സെമിനാറുകൾ നടത്താൻ മിനിസ്ട്രിക്ക് കഴിഞ്ഞു എന്നത് ഏറെ ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഈ ആലയത്തിൽ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് തുടങ്ങി ബുധനാഴ്ച രാത്രി 9:30 അവസാനിക്കുന്ന ഒരു ഉപവാസ ധ്യാനം പ്രധാനമായിട്ടും മിനിസ്ട്രി ഇവിടെ നടത്തി വരുന്നു. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും 200-ഓളം ആളുകൾ വന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവവചനം കേൾക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും നല്ല കുമ്പസാരവും നടത്തുന്ന വലിയൊരു ശുശ്രൂഷ വെള്ളിയാഴ്ചകളിൽ ഇവിടെ നടക്കുന്നു. ദൈവം വലിയ രീതിയിൽ ആ ശുശ്രൂഷയെ ക്രമീകരിക്കുന്നു. ഞങ്ങളെ ക്ഷണിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ഇടവക ധ്യാനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നടത്തി വരുന്നു. സ്കൂളുകളിൽ, കോളേജുകളിൽ യുവജന ധ്യാനങ്ങൾ നടത്തി വരുന്നു. ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കമ്മാൻസി പ്രോഗ്രാം മിനിസ്ട്രി നടത്തുന്നു. കൂടാതെ ആലയത്തിൽ 365 ദിവസവും സഭയ്ക്ക് വേണ്ടി, സഭയിലെ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം യുവതിയുവാക്കൾ ദൈവവചനം പഠിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യുവജന മുന്നേറ്റം തന്നെ ഇമ്മാനുവൽ ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് ഈ കാലഘട്ടത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. വർഷത്തിൽ കുഞ്ഞുങ്ങൾക്കായി എല്ലാ ജൂൺ മാസത്തിലും ഒരു ഇംഗ്ലീഷ് ധ്യാനം മിനിസ്ട്രി നടത്തുന്നു. പല രാജ്യങ്ങളിലേക്കും മിഷന് വേണ്ടി, പ്രത്യേകിച്ച് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് മിഷന് വേണ്ടി മിനിസ്ട്രി അയക്കുന്നു. കൂടാതെ പാവപ്പെട്ടവരെ സഹായിക്കാൻ, അവർക്കാവശ്യമായ വസ്ത്രങ്ങൾ നൽകാൻ, കൂടാതെ പഠന ഉപകരണങ്ങൾ അർഹരായ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു ശുശ്രൂഷ, ഇതെല്ലാം ഇമ്മാനുവൽ ക്രിസ്ത്യൻ മിനിസ്ട്രി ഈ കാലഘട്ടത്തിൽ ചെയ്തു വരുന്നു.